വെൽക്കം ടു 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ്. ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ചലനത്തിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ചലനത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. മുഖ്യമായിട്ടും ഈ ചാപ്റ്ററിൽ കടന്നു വരുന്ന പാഠഭാഗങ്ങൾ ഏതെന്നാന്ന് വെച്ചാൽ, ഒന്നാമത്തേതായിട്ട് വരുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചലന വൈവിധ്യം എന്ന് പറയും, അല്ലെങ്കിൽ ചലനത്തിൽ ഉണ്ടാകുന്ന വൈവിധ്യ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മസിൽസ് എന്ന് പറയും. മസിൽസിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പേശികൾ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ചലന വൈവിധ്യത്തെക്കുറിച്ചും രണ്ടാമത് പേശികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പിന്നീട് പഠിക്കാൻ പോകുന്നത് അസ്ഥിവ്യവസ്ഥ അല്ലെങ്കിൽ സ്കെൽട്ടൻ സിസ്റ്റം. ഈ സ്കെൽട്ടൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ വിവിധ ചട്ടക്കൂടുകൾ. ഈ വിവിധ ചട്ടക്കൂടുകൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ജീവികളിൽ ഉണ്ടാകുന്ന അസ്ഥിയുടെ വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് മസിൽസ് ആൻഡ് എക്സസൈസ്, അതായത് പേശികളും വ്യായാമവും എന്ന ഒരു ഭാഗമുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ബോൺ മസിൽസ് ഡിസോർഡേഴ്സ്. ബോൺ മസിൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിയുടെയും പേശിയുടെയും തകരാറുകളെക്കുറിച്ചാണ്. അപ്പോൾ ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തകരാറുകൾ എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോൺസ് ആൻഡ് എവല്യൂഷൻ. ബോൺസ് ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളും അതിൻ്റെ പരിണാമവും, അസ്ഥികളുടെ പരിണാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. പ്ലാന്റ് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സസ്യചലനങ്ങൾ അല്ലെങ്കിൽ സസ്യത്തിൻ്റെ ചലനങ്ങൾ. അപ്പോൾ ഈ 8 ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, 87ാമത്തെ പേജിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ചിത്രം കാണുവാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു പക്ഷി അവിടെ ഇരുന്ന് എന്തോ ഭക്ഷണം കഴിക്കുന്നു, ഒരു അണ്ണാൻ ഓടുന്നു, പൂമ്പാറ്റകൾ പറക്കുന്നു, മുയലുകൾ ചാടുന്നു, മണ്ണിര ഇഴയുന്നു, പിന്നെ എന്തോ വണ്ട് ചെള്ളി നിൽക്കുന്നു, ഒരു പാമ്പ് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പടമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എന്നോട് നമ്മളോട് പറയുകയാണ് ഒബ്സർവ് ദ പിക്ചർ. ഒബ്സർവ് ദ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചിത്രം നിരീക്ഷിക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആ ചിത്രത്തെ നമ്മളോട് നിരീക്ഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഗ്രീൻ എർത്ത്. എന്നിട്ട് നമ്മൾ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്നിരിക്കുകയാണ്, അതിശയിപ്പിക്കുന്ന സെൻറ്റൻസ്. എത്ര മനോഹരമാണ് ഈ ഭൂമി, അല്ലെങ്കിൽ ഈ നീല അല്ലെങ്കിൽ ഹരിതാപ്പുള്ള അല്ലെങ്കിൽ പച്ചപ്പുള്ള ഈ ഭൂമി എത്ര മനോഹരമാണ്, ഹരിതാഭമായ ഈ ഭൂമി എത്ര മനോഹരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പാഠഭാഗം തുടരുകയാണ്. ദ എർത്ത് ഈസ് മെയ്ഡ് ഓഫ് കളർഫുൾ The earth is made colorful by plants, animals and countless microorganisms that cannot be seen with our naked eyes. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The earth is made colorful. അതായത് ഭൂമി വളരെ കളർഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഈ ഭൂമി വളരെ വർണ്ണാഭമാക്കിയിരിക്കുന്നത് എന്തെല്ലാം ഉപയോഗിച്ചുകളാണ്? ഈ ഭൂമി വർണ്ണാഭമാക്കുന്നതിനായിട്ട് ചെയ്തിരിക്കുന്ന സംഗതികൾ ഏതെല്ലാമാണ്? കളർഫുൾ. എങ്ങനെയാണ്? പ്ലാന്റ്സ് സസ്യങ്ങളാലും, അനിമൽസ് ജന്തുക്കളാലും, കൗണ്ട്ലെസ് എണ്ണമില്ലാത്ത മൈക്രോ ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാനാകാത്ത സൂക്ഷ്മജീവികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടാണ്? സസ്യങ്ങൾ കൊണ്ടാണ്, അതുപോലെ തന്നെ ജന്തുക്കൾ കൊണ്ടാണ്, കണ്ണുകൊണ്ട് കാണാനാകാത്ത സൂക്ഷ്മജീവികളാലും ചേർന്നാണ് എങ്ങനെയായി തീർന്നിരിക്കുന്നത്? നമ്മളുടെ നെയ്ക്കഡ് ഐസ്. നെയ്ക്കഡ് ഐ എന്ന് വെച്ചാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട്. അപ്പം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത സൂക്ഷ്മ ജീവജാലങ്ങളും സസ്യങ്ങളും ജന്തുക്കളും ചേർന്നാണ് ഈ ഭൂമി ഇത്രയും വർണ്ണാഭമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കളർഫുൾ ആക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോണ്ട് ദി സ്പീച്ചസ് മേക്ക് അവർ വേൾഡ് ബ്യൂട്ടിഫുൾ. എന്നിട്ട് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ഇത്തരം ജീവികളെല്ലാം കൂടി ചേർന്ന് ഭൂമിയെ വളരെ മനോഹരമാക്കുന്നില്ലേ എന്നുള്ളതാണ് നമ്മളോടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്തരം ജീവികളെല്ലാം ചേർന്ന് ഭൂമിയെ മനോഹരമാക്കുന്നു. മേക്ക് അവർ വേൾഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡൈനാമിക് വിത്ത് മെനി ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ലൈക്ക്
പ്രൊക്യൂറിങ് ഫുഡ് എക്സെട്ര. അപ്പോൾ ഇവിടെ എന്താണ് ഭൂമിയെ മനോഹരമാക്കുന്നത്? എന്താണ്? ആഹാര സമ്പാദനത്തിനായി ഈ ലോകത്തിലുള്ള ജീവികളുടെ പല പ്രവൃത്തികളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ ഭൂമിയെ വർണ്ണാഭമാക്കുന്നത് അല്ലെങ്കിൽ മനോഹരമാക്കുന്നത്. ഡോണ്ട് ദീസ് ക്രീച്ചേഴ്സ്, ഈ ജന്തുക്കൾ, മേക്ക് അവർ വേൾഡ്, നമ്മളുടെ ഈ ഭൂമി, ബ്യൂട്ടിഫുൾ, മനോഹരം, ഡൈനാമിക്, കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ചലനാത്മകമാക്കുന്നില്ലയോ? ഓക്കെ, വിത്ത് മെനി ഓഫ് ദെയർ ആക്ടിവിറ്റീസ്, അവരുടെ പല പ്രവർത്തികളും മൂലം, ലൈക്ക് പ്രൊക്യൂറിങ് ഫുഡ്, അതായത് ഭക്ഷണം ആർജിക്കുന്നത് പോലെയുള്ള പ്രവർത്തികളിലൂടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. വാട്ട് ഓൾ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും ആദ്യം നമ്മളൊരു പിക്ചർ കണ്ടായിരുന്നു, ആ പിക്ചറിനെ നോക്കിയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ഓൾ കൈൻഡ്സ് ഓഫ്, ഏതെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ വാട്ട് ഓൾ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങൾ ക്യാൻ ബി ഒബ്സർവ്ഡ്, ചലനങ്ങൾ നമുക്ക് നിരീക്ഷിക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും ഇൻ ദ ഓർഗാനിസംസ് ഇൻ ദ പിക്ചർ, ആ പിക്ചറിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ പടത്തിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രത്തിലെ ജീവികളിൽ കാണുവാൻ കഴിയും. അപ്പം ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് ചിത്രത്തിലെ ജീവികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്? വാട്ട് ഓൾ ടൈപ്സ് ഓഫ്, ഏതെല്ലാം തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, ചലനങ്ങളാണ് ഒബ്സർവ്ഡ്, കാണുവാൻ സാധിക്കുന്നത് ഇൻ ദ ഓർഗാനിസം, ജീവജാലങ്ങളിൽ, ഇൻ ദ പിക്ചർ, ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന ജീവജാലങ്ങളുടെ പിക്ചറിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് ഒരു ഡാഷ് ഇട്ട് തന്നിട്ട് ഇത് തന്നിരിക്കുകയാണ്, നമുക്ക് കാണാവുന്ന സാധ്യതയുള്ള ഏതെല്ലാം ചലനങ്ങളാണ്? ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ പൂമ്പാറ്റകൾ പറക്കുന്നു, പാമ്പ് ഇഴയുന്നു അല്ലെങ്കിൽ സ്നേക്സ് ഈസ് സ്ക്രോളിംഗ്, എർത്ത് വേം ഈസ് മൂവിങ് അണ്ടർ ദ എർത്ത്, റാബിറ്റ് ഈസ് ജമ്പിങ്, ബേഡ്സ് ആർ ഈറ്റിംഗ്, സ്ക്യൂരൽസ് ആർ റണ്ണിങ് ഓൺ ദ ട്രീ. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളെല്ലാമാണ് നമ്മളവിടെ കാണുന്നത്. ഐ സപ്പോസ് ആ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് അടുത്ത ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡോണ്ട് സച്ച് എ മൂവ്മെൻറ്റ്സ് റിക്വയർ എനർജി. ഇനി നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ചലനങ്ങൾക്ക് ഊർജം ആവശ്യമില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ചലനങ്ങൾക്ക് ഊർജം ആവശ്യമില്ലേ? അപ്പോൾ നമ്മൾ അതിനെന്താണ് ഉത്തരം എഴുതേണ്ടത്? ശരീരത്തിൻ്റെ ചലനത്തിന് ഊർജം ആവശ്യമുണ്ടല്ലോ. മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ അനിമൽസ് ഫോർ മൂവ്മെൻറ്റ്. അതായത് മോസ്റ്റ് ഓഫ് ദ, അതായത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ ഏറിയ പങ്കും ജന്തുക്കൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചലനത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ എനർജി, ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയിൽ ഏറിയ പങ്കും പ്രൊഡ്യൂസ്ഡ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇൻ ദ ബോഡി, ശരീരത്തിൽ. അപ്പം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഊർജത്തിൻ്റെ ഏറിയ പങ്കും ഈസ് യൂട്ടിലൈസ്ഡ്, ഉപയോഗിക്കപ്പെടുന്നു ബൈ അനിമൽസ്, അനിമൽസിനാൽ, ജന്തുക്കളാൽ, ഫോർ മൂവ്മെൻറ്റ്സ്, അവ എന്തിനാണ്? ചലനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദെയർഫോർ, അതുകൊണ്ട്, അനിമൽസ് റിക്വയർ മോർ എനർജി കമ്പയർഡ് ടു പ്ലാന്റ്സ്, അതുകൊണ്ട് അനിമൽസ്, ജന്തുക്കൾക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ് സസ്യങ്ങളെക്കാളും കൂടുതൽ. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് സസ്യങ്ങളെക്കാൾ കൂടുതൽ ഊർജം ജന്തുക്കൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓർഗാനിസംസ്, എസ്പെഷ്യലി ക്രീച്ചേഴ്സ്, എന്ത് ചെയ്യുന്നു? ഈസ് യൂസ്, അനിമൽസ് എന്ത് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്, അവ ചലനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് സസ്യങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള എനർജിയുടെ ആവശ്യം ഉള്ളതായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.